ഈ സമരങ്ങളൊക്കെ എല്ലാ കാലവും പരാജയപ്പെടുക തന്നെയല്ലേ ചെയ്യുന്നത്? അങ്ങനത്തെ സമര പരാജയങ്ങളല്ല പറയുന്നത്. സമരങ്ങൾ എപ്പോഴും പരാജയപ്പെടുന്നതാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയത്? സൗത്ത് ആഫ്രിക്കയിൽ എങ്ങനെ വിജയിച്ചത്? ഈ രാജ്യങ്ങളെല്ലാം സ്വതന്ത്രരായത് എങ്ങനെയാണ്? സമരങ്ങളെല്ലാം പരാജയപ്പെട്ടതെന്നാണ് പറഞ്ഞത്. അങ്ങനൊന്നുമല്ല. നമ്മൾ ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് നടക്കുന്ന സമരങ്ങളെ തീർത്തും അതിൻ്റെ ഒരു ഒരു നിയമം പോലും ഇല്ലാതെ കീഴ്പ്പെട്ടു പോകുന്ന സ്ഥലങ്ങളാണ്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. അത് വേറെ കാര്യം. അങ്ങനൊന്നുമല്ല. നമ്മളിവിടുത്തെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള സമരങ്ങളൊക്കെ പുതിയ നിയമങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മണ്ഡൽ കമ്മീഷനൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിട്ടുള്ളത്? അല്ല പരാജയപ്പെടുകയൊന്നുമില്ല. ആളുകൾ സമരം ചെയ്ത് വിജയിച്ച സമൂഹങ്ങളാണ് നമ്മുടെ രാജ്യങ്ങളൊക്കെ. പക്ഷെ അത് ഇനിയും നടക്കത്തില്ല എന്നുള്ളതാണ് നമ്മൾ കർഷക സമരത്തിനകത്ത് നമുക്ക് പഠിച്ചത്. അതാണ്. പക്ഷെ കർഷക സമരം ഇതുപോലെ ആ നിയമം പിൻവലിക്കാൻ കാരണമായില്ല. അല്ല, അത്രയേ ഉള്ളൂ പിൻവലിക്കുന്ന. അവര് അത് മാറ്റാൻ ആ ഭരണ സംവിധാനത്തിന് ഒരു കോട്ടവും വന്നില്ല. അതവര് പിടിച്ചു നിർത്തിയ കണ്ടെയ്ൻ ചെയ്ത്. ഇപ്പോൾ ഈ കേരളത്തിൽ ഈ അടുത്ത് നടന്ന ഒരു സമരമായിരുന്നു, ദളിത് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ഹർത്താൽ നടന്നിട്ടുണ്ടായിരുന്നു. ദളിത് സംഘടനകളാണ് അതിന് മുന്നിട്ട് നിന്നത്. എന്നാൽ പക്ഷെ ആ ഒരു ഹർത്താലിൽ എല്ലാവരും ഹർത്താലിനെ എതിർക്കുകയാണ്. വ്യക്തികളെ ജോലി ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടുത്തുന്നു, യാത്ര ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടുത്തുന്നു. കുറെ നാളായിട്ട് ഹർത്താലിനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മള് ബന്ദ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നിരോധിച്ചായിരുന്നല്ലോ. ഗവൺമെന്റ് തന്നെ, ഇവിടുത്തെ കോടതി തന്നെ ഇടപെട്ടില്ലേ. അങ്ങനെയാണ് നമ്മൾ ഹർത്താൽ എന്ന് പറയുന്ന വാക്ക് പിന്നെ രണ്ടാമത് ഉപയോഗിക്കുക. പക്ഷെ അത് ചെയ്യുന്നതിനെതിരായിട്ട് ബില്ല് ചെയ്തിരിക്കുന്ന ഒരു സാധനമുണ്ട്. അത് ദളിതരായപ്പോൾ വളരെ ശക്തമായിട്ട് അങ്ങനെ ഒരു നറേറ്റീവും വരുന്നുണ്ട്. അത് കണിശമാണ്. ഇപ്പൊ ഈ ദളിത് സംഘടനകള് വടക്കേന്ത്യയിൽ ഇങ്ങനെ ഒരെണ്ണം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതൊരു വലിയ കാര്യമാണ്. പൊതുവെ ഈ ഹർത്താല് നമ്മൾ ശരിയല്ല എന്ന് തന്നെയാണ് അഭിപ്രായം. അല്ല, ഹർത്താലിന്റെ രീതി നല്ല തമാശയാണ്. എനിക്ക് തോന്നുന്ന ആദ്യത്തെ ജനകീയ ഹർത്താൽ എന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കി വരുത്താനാണ് ഞാൻ. എൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേര് ഈ ADB സമരത്തിനെതിരെ ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അന്ന് നമ്മൾ ഇറങ്ങിയ ജനകീയ ഹർത്താൽ എന്തായിരുന്നു? നമ്മൾ അനൗൺസ് ചെയ്ത് പത്രത്തിലിട്ട് ആരും ശ്രദ്ധിച്ചതേ ഇല്ല. അപ്പൊ ഈ ഹർത്താലെല്ലാം നടക്കുന്നത് ബലമുള്ളവർ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന. അത് അങ്ങനെ അല്ല എന്ന് വിചാരിക്കണ്ടേ. അതല്ല നമ്മൾ പണ്ട് ഇപ്പൊ ഗാന്ധിയുടെ മൂവ്മെന്റിനകത്തു നിന്നാണ് നമ്മൾ അത് പഠിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയ്ക്കകത്താണ് ജനങ്ങള് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനങ്ങൾ അതിനെതിരെ പെരുമാറുമ്പോൾ അതിന് വിയോജിപ്പുണ്ടെന്ന് കാണിക്കുന്ന സാധനമാണ് ഹർത്താൽ. അല്ലാതെ നമുക്ക് ഇപ്പൊ MLA-മാരെ തിരിച്ചു വിളിക്കണമെന്നൊക്കെ ആൾക്കാർ പറയുമല്ലോ. തിരിച്ചു വിളിക്കുന്ന കാര്യമൊന്നും അല്ല. അത് തിരിച്ചു വിളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഒരാളെ തിരഞ്ഞെടുക്കണ്ടേ? വീണ്ടും ഇലക്ഷൻ ചെയ്യാൻ ബാധ്യത വരും. അത് 5 വർഷത്തിലൊരിക്കലും ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഓൾറെഡി അക്കൗണ്ടബിൾ ആണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. പക്ഷെ യഥാർത്ഥത്തിൽ ഭരണം നടക്കുന്ന അവരല്ല, രാഷ്ട്രീയക്കാരല്ല ഭരിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഇലക്ഷൻ നടക്കാത്ത ഒരു 30 വർഷം ഉണ്ടായാലും ഭരണം നടക്കും. അതാണ് പ്രശ്നം. ജനാധിപത്യത്തിൽ ഭരണമല്ല ഉള്ളത്, ജനാധിപത്യത്തിൽ ക്രമീകരണവും സേവനവുമാണുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അത് ആ വിദ്യാഭ്യാസം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതാ പ്രശ്നം. ജനാധിപത്യത്തിന്റെ ഭാഗമായി എവിടെയും അത് പഠിക്കപ്പെടുന്നില്ല. അത് ജനാധിപത്യം ക്ലാസ് റൂമിൽ ആരംഭിക്കേണ്ടതുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് റൂം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഒരു സ്കൂൾ തുടങ്ങിയിട്ടില്ല. അത് ഇപ്പോഴും ബ്രിട്ടീഷുകാർ തുടങ്ങിയ സ്കൂളാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ആ പ്രശ്നം നിൽക്കുന്നത്. പൗരബോധ നിർമ്മാണം ക്ലാസ് റൂമിൽ നടക്കുന്നില്ല. 4 തലമുറ കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഞാൻ 20 വർഷമാണ് ഒരു തലമുറയായിട്ട് കാണുന്നത്. അപ്പോൾ 4 തലമുറ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെയും ക്ലാസ് റൂമിൽ എന്താണ് ഭരണഘടന വായിച്ചിട്ടില്ലാത്ത ക്ലാസ് റൂമാണ് ഇപ്പോഴും ഉള്ളത്. നമ്മൾ നാരായണ ഗുരുവിൻ്റെ ലോകത്തിലാണ് ഇപ്പോഴും കഴിയുന്നത്. സർവ്വമത സമ്മേളനം നടത്തിയ അദ്ദേഹം കണ്ടത് മതമൈത്രി എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള യുക്തിക്കകത്ത് സർവ്വമത പ്രാർത്ഥന വരെ എത്തിയിട്ടുള്ളൂ. ഭരണഘടന വായിച്ചിട്ടേ ഉണ്ടാ. ജനാധിപത്യപരമായിട്ടുള്ള ക്ലാസ് റൂം ആരംഭിക്കേണ്ടതുണ്ട്. പൗരബോധ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സിനകത്ത്, ഞാൻ റൂമിനകത്ത് തളയ്ക്കപ്പെട്ട വിദ്യാഭ്യാസം ഉണ്ടായിക്കൂടാ. ക്ലാസ് റൂമുകൾ മാത്രമല്ല, നമ്മൾ വീടുകളും ജനാധിപത്യമാണ്. സ്വയം തെരഞ്ഞെടുക്കുന്നവരുടെ വിവാഹമേ നടത്തി കൊടുക്കാവൂ. അല്ലാതെ എൻ്റെ മകനും മകളും കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കല്യാണക്കുറി വരുന്ന സ്ഥലത്തുനിന്ന് കല്യാണം സമ്മതിച്ചുകൂടാ. തെരഞ്ഞെടുപ്പ് എല്ലായിടവും ഉണ്ടാകേണ്ടതുണ്ട്. ജനാധിപത്യത്തിൻ്റെ കേന്ദ്രം തെരഞ്ഞെടുപ്പാണ്.
ഇണയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഡെമോക്രറ്റൈസേഷൻ്റെ സാധ്യത സ്ഥലമാണ് ഇതൊക്കെ. ഇപ്പോഴും ഞാൻ വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങളോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ജാതി സമൂഹങ്ങളോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന മതസമൂഹങ്ങളിലോ ഉള്ള രണ്ടുപേര് തമ്മിൽ പ്രണയിച്ചാൽ അത് ആ രജിസ്ട്രേഷൻ എത്രത്തോളം തടസ്സപ്പെടുത്താമെന്നുള്ള പണികളാണ് ഈ രജിസ്ട്രേഷൻ കച്ചേരിയിലിരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുത്തവർ ആവശ്യപ്പെട്ട അപ്പം തന്നെ ചെയ്തു കൊടുക്കേണ്ടത്. പ്രായപൂർത്തി ആയതുകൊണ്ട് മാത്രമാണ് നോക്കേണ്ടത്. വേറെ ഒരു ചോദ്യം ചോദിച്ചുകൂടാത്തതാണ്. അന്ന് ചെയ്യേണ്ടതാണ്. രണ്ടുപേര് ചെന്ന് ചോദിച്ചാൽ അന്ന് ചെയ്തു കൊടുക്കേണ്ടതാണ്. അതിന് പകരം ഒരു മാസം പരസ്യവും ചെയ്തെന്തോ കാര്യത്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആർക്ക് എതിർപ്പുണ്ടായാലും സമ്മതിക്കാണ്ട് എതിർപ്പുണ്ട് എന്നാല് എന്ത് കാരണം കൊണ്ടാണ്? അതൊക്കെ പറഞ്ഞാൽ അസംബന്ധം പിടിച്ച എന്നാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ഭരണമാണ്. അതല്ല, ജാതി നിലനിർത്തുന്നതും മതം നിലനിർത്തുന്നതുമായ ഉദ്യോഗസ്ഥരാണ് ആയിരിക്കുന്നത് മുഴുവൻ. രാജാവിന് വേണ്ടി ഭരിക്കാനാണ് ബ്രിട്ടീഷ് രാജാവെന്ന് തന്നെ പറയേണ്ടത്. അല്ല, ബ്രിട്ടീഷുകാർ വേറെ ആരുമല്ല, രാജാഭരണം തന്നെയാണ്. ബ്രിട്ടീഷ് രാജാവിന് വേണ്ടി ഭരിക്കപ്പെട്ടിരുന്ന സാധനം ഭരണമാണ് നടത്തിയിരിക്കുന്നത്. ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല, സേവനവും ക്രമീകരണമേ ഉള്ളൂ. ക്രമീകരണം എന്നുള്ള വാക്ക് പോലും ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ജനകീയം എന്നുള്ള പറയുന്നത് ആധിപത്യം വേണ്ട, ജനകീയം എന്നേ പറയാവൂ. ഇങ്ങനെ മാറ്റേണ്ടതാണ്. ഇതിന് സമാന്തര സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ക്ലാസ് റൂമിനകത്തെ ക്ലാസ്സുകളല്ല ഉണ്ടാകണ്ടേ. പൗരബോധ നിർമ്മാണത്തിന് നാടിനെ പറ്റിയുള്ള അറിവ് കൊടുക്കേണ്ടതുണ്ട്. കുട്ടികൾ ക്ലാസ് റൂമിൽ ഇവിടെ DPIP ഉണ്ടാക്കുന്ന സമയത്ത് അത് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധ്യാപകർക്ക് പണിയെടുക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും, കുട്ടികളുടെ ഒപ്പം പോകേണ്ടി വരും. അത് അക്ഷരം പഠിപ്പിക്കുന്നതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ ഉള്ള നിലവാരത്തിലൊക്കെ അങ്ങോട്ട് ചർച്ച ചെയ്ത് എന്താണ് അന്താരാഷ്ട്ര ഗൂഢാലോചനയാണെന്ന് വരെ പറഞ്ഞ് പിടിപ്പിച്ചു കളഞ്ഞു. അധ്യാപക കേന്ദ്രീകൃതമായ ക്ലാസ് റൂമാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്ലാസ് റൂമൊക്കെ ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. ഇതൊക്കെയാണ് പണി, നമ്മുടെ പണിയാണ്. ഇതൊന്നും നമ്മൾ ഈ 80 വർഷമായിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പൗരർ ഉണ്ടാകാതെ ഇപ്പോഴും ഈ അമ്പലത്തിലും പള്ളിയിലും പോകുന്നവർ. അപ്പം അത് ഇലക്ഷന് ഈ വോട്ട് ബാങ്ക് ആയിട്ട് ഈ ആൾക്കാരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇപ്പം ഭരിക്കുന്നത്. അത് പുതിയ ഫിനോമിനയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാരെ നിലനിർത്തിയാൽ അവർക്ക് വോട്ട് കൊടുക്കുന്നവരായിട്ട് ജനങ്ങൾ തുടരുകയാണ്. ഭരണമല്ല വേണ്ടത്, അതിനൊക്കെ സമാധാനം. ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയണേ. അതാണ് ഞാൻ പഞ്ചായത്തിലൊരു ദിനം ഒന്നിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അടുത്ത ജൂലൈ മാസം തൊട്ട് പഞ്ചായത്തുകളിൽ പോയി സംസാരിക്കാനായിട്ട് ഈ ഇപ്പം ഞാൻ പറയുന്നത് സമാന്തര സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പഞ്ചായത്ത് അവിടെ ചത്ത് നിൽക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞ് ഗ്രാമസഭ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അവിടെ അങ്ങ് ആരും വരത്തില്ല. കാരണം ആർക്കും അറിഞ്ഞൂടെ എന്തിനാണ് ഞങ്ങൾ പോകേണ്ടതെന്ന്. ജനങ്ങൾ പൗരരല്ല, അവർക്ക് അറിഞ്ഞേ കൂടെ. ഞാൻ പഠിക്കുന്നത് ജോലി മേടിച്ച് ഈ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റിയാണ്. പണ്ട് സ്വർഗത്തിൽ പോകുന്നതിനെ പറ്റിയുള്ള കഥയ്ക്ക് പകരം ഇപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റിയാണ് ഈ ആൾക്കാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉത്തരവാദിത്വമുണ്ട് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിനോട് എന്നുള്ള അറിവുള്ളവരല്ല. അവരുണ്ടാക്കുന്ന ക്ലാസ് റൂം ഉണ്ടായിട്ടില്ല. ക്ലാസ് റൂം ഉണ്ടായിക്കൂടാ എന്നുള്ള നിലവാരം വരെ ഞാൻ അതിനകത്ത് പഠിക്കേണ്ടതുണ്ട്. ഇത്രയും ഇപ്പോഴും ഫാക്ടറി പോലത്തെ സ്കൂളുകളാണ്. ഫാക്ടറിക്ക് വേണ്ടി ജോലി ചെയ്യാൻ കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഈ സ്കൂൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ ഭരിക്കാനായിട്ട് ബ്രിട്ടനിലുള്ള മുഴുവൻ പേരും കൂടെ വിചാരിച്ചാൽ പറ്റത്തില്ല. അത്രയും ആളുകൂട്ടമാണ് ഇവിടെ. അവർ തന്നെ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർക്ക് പകരം ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനമാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഗുമസ്തരുണ്ടാക്കുക, അല്ലാത്ത ക്ലറിക്കൽ വർക്ക് വേറെ തരത്തിലുള്ള ജോലിക്കാരെ ഉണ്ടാക്കുക, അത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കുക, അത് കഴിഞ്ഞാൽ ആ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മേഖലയിൽ ഹയർ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറയുന്നത് മുഴുവനും ഇംഗ്ലണ്ടിലായിരുന്നു പരീക്ഷ. IAS, IPS, IFS. ഈ പറഞ്ഞാൽ IFS 2 ഉണ്ട്, ഫോറസ്റ്റ് സർവീസും. ഇത് മുഴുവനും ഇംഗ്ലണ്ടിലായിരുന്നു ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആകെ സംഭവിച്ചത് എന്താണ്, പരീക്ഷ ഇന്ത്യയിലേക്ക് വന്നു. ഇത്രയേ ഉള്ളൂ. ബ്രിട്ടീഷുകാർക്ക് പകരമാണ് കോൺഗ്രസ് കയറി ഭരിക്കുകയാണ് ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ ഭരണമില്ലെന്നറിയണം. ഞാൻ പറഞ്ഞില്ല, സേവനവും ക്രമീകരണം എന്നുള്ള വാക്ക് ഞാൻ പറയുമ്പോൾ മാത്രമായിരിക്കും ഈ മലയാളിയോ അല്ലെങ്കിൽ ഇന്ത്യക്കാർ തന്നെ കേൾക്കുന്നത്. നമ്മൾ കളക്ട് ചെയ്യുന്ന സ്വത്ത്, ടാക്സ് എന്ന് പറയുന്ന സാധനത്തിന് പണ്ട് ചുങ്കം മേടിച്ച് രാജാവ് കൊട്ടാരത്തിനകത്ത് സ്വർണം പൂജുക എന്നുള്ളത്, സ്വർണ്ണ കസേര ഇരിക്കുക എന്നുള്ളത് പകരം വീടുകൾ ഉണ്ടാക്കുന്നിടത്തേക്ക് വരെ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്. ക്ലാസ് റൂം, സ്കൂള്, ഹോസ്പിറ്റല്, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന റെയിൽ സാധനം, ഇതുപോലുള്ള സാധനങ്ങൾ, റോഡ്, ഇതെല്ലാമാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്.
ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ സ്വത്തെന്ന് പറയുന്നത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന സ്ഥലത്തേക്ക് മാറും. അതിൻ്റെ ക്രമീകരണമാണ് നടക്കേണ്ടത്. ഭരണം ജനാധിപത്യത്തിൽ ഇല്ലെന്നറിയാം. അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ക്ലാസ് റൂമിന് പകരം ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ളത് എന്താ പറഞ്ഞാൽ ഫാക്ടറി പോലെയാണ് സ്കൂളുകൾ. ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇരിക്കാനായിട്ട് പഠിപ്പിക്കുന്നതാണ്. മെരുക്കാനാണ് അവിടെ പഠിപ്പിക്കുന്നത്, അനുസരിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത്. വീടുകളിൽ മുഴുവൻ അനുസരണയാണ് പഠിപ്പിക്കുന്നത്. പൗരന് അനുസരണയല്ല ആവശ്യം, അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് പൗരർ. ഇത് പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഈ സിലബസ് മുഴുവൻ മാറേണ്ടതുണ്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ തലേ വർഷം പഠിപ്പിച്ചിരുന്ന ഞാൻ 47 പഠിപ്പിച്ചിരുന്നതും 50 പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും 60 പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള വിദ്യാഭ്യാസമാണ്. ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കുക, ജോലിക്കാരെ ഉണ്ടാക്കുക, അപ്പോൾ ഇവിടെ ജോലി കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും പോയി ജീവിക്കുക എന്ന് പറയുന്ന യുക്തി മാത്രമാണ്. അല്ലാതെ നമ്മൾ പൗരരാണ്, നമുക്ക് ഇവിടെ ഒരു ഉത്തരവാദിത്തമുണ്ട്, ഈ രാജ്യത്ത് പ്രവർത്തിക്കേണ്ടവരുണ്ട് എന്നുള്ള ബോധരൂപീകരണം നടക്കേണ്ട തലമാണ് ക്ലാസ്. വീട്ടിലത് ചെയ്യാൻ എളുപ്പമല്ല. കാരണം ഇത്രയും വീടുകളിനകത്ത് ഇൻസ്ട്രക്ട് ചെയ്യാനായിട്ട് പോകാനൊക്കത്തില്ല. പിന്നെ കതിരിൽ വളം വയ്ക്കുന്ന പണിയാണ് നമ്മൾ ഈ സാക്ഷരതാ പ്രവർത്തനം എന്ന് പറയുന്നതൊക്കെ. അതുപോലല്ല രൂപീകരണം എന്ന് പറയുന്നത്. ചൊട്ടയിലെ ചീല ചുടല വരെ എന്ന് പറയുന്ന പോലെ പൗരബോധ നിർമ്മാണം ക്ലാസ് റൂമിൽ ആരംഭിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാകേണ്ടതുണ്ട്. വൃത്തത്തിലിരിക്കണം. ഞാൻ വൃത്തത്തിലിരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സിനിമാക്കാരൻ ചെയ്ത കാരണം കൊണ്ട് മാത്രം നാട്ടുകാർ കുറച്ച് ചർച്ച ചെയ്തു. അപ്പോഴും ബെഞ്ച് വളയ്ക്കുന്നതിനെ പറ്റി വേറെ ചർച്ച ചെയ്യുന്നത്. നീ കസേര കണ്ടുപിടിച്ചെന്നുള്ള കാര്യം പോലും ഓർക്കുന്നില്ല. എല്ലാവർക്കും പിള്ളേർക്ക് കസേര കൊടുത്താൽ മതി. അധ്യാപകർ കുട്ടികളുടെ ഇടയിൽ നടന്ന് സംസാരിക്കേണ്ടതുണ്ട്. അതൊക്കെ മറ്റു രാജ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും തന്നെ നമുക്ക് വന്നിട്ടില്ല. അനുസരണം പഠിപ്പിക്കുന്ന സ്ഥലം മാത്രമാണ്. പരീക്ഷയാണ്. എന്തിനാണ് പരീക്ഷ? നമ്മൾ കുട്ടികൾ പഠിച്ച് എന്ന് അവരെ പരിശോധിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ കുറച്ച് പേരെ എടുക്കും, എന്നിട്ട് ബാക്കിയുള്ളവരെ എന്ത് ചെയ്യും? അവരെ കളയും. ഇതല്ലേ പരീക്ഷ? ഇത് നമ്മൾ സ്കൂളിൽ നമ്മളെ എക്വിപ്പ് ചെയ്യാനാണ്. കുട്ടി കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസം ആരംഭിക്കുന്നുണ്ട്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരെ എങ്ങനെയാണ് പരിപോഷിപ്പിച്ച് പൗരബോധം ഉള്ളവരാക്കി മാറ്റി അവരുടെ സ്കില്ലുകൾ എങ്ങനെയാണ് ഡെവലപ്പ്, ഓരോരും വ്യത്യസ്തമായ സ്കില്ലുകൾ, അതിനുള്ള എബിലിറ്റികൾ വികസിപ്പിക്കുന്ന സ്ഥലമാണ് ക്ലാസ് റൂം. അല്ലാതെ വല്ലവർക്കും ഉപയോഗിക്കാനായിട്ടുള്ള ആൾക്കാരല്ല. പരീക്ഷ നടത്തി ഇൻ്റർവ്യൂ നടത്തി ബാക്കിയുള്ളവരെ കളയാനുള്ളതല്ല. കളഞ്ഞവരെല്ലാവരും കൂടെ റോഡ് സൈഡിൽ ഉണ്ടാക്കുന്ന കടയ്ക്കകത്ത് ജോലി ചെയ്യുന്നവരായിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. ഈ 20-25 വർഷം സ്കൂളിനും കോളേജിനകത്തും ചെലവഴിച്ചിട്ട് ഉപയോഗശൂന്യമായി അത് കളഞ്ഞിട്ട് തന്നെത്താൻ നടക്കുന്ന എന്റർപ്രൈസസ് നടത്തുന്നവരാണ് ഈ കച്ചവടക്കാർ മുഴുവനും. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഈ ഡിസിപ്ലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള എന്ത് ഡിസിപ്ലിനാണ് അവർ പറയുന്നത്? അവർ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വല്ലവർക്കും ഉപയോഗിക്കാനുള്ള ഡിസിപ്ലിനാണ്. പട്ടാളക്കാരുടെ ഡിസിപ്ലിനെ പറ്റിയാണ് പറയുന്നത്. ആളുകളെ അടിക്കാനും ഉപദ്രവിക്കാനും വേണ്ടി ഉണ്ടാക്കുന്ന ഡിസിപ്ലിനാണ്. അതൊന്നും അല്ല ഡിസിപ്ലിൻ എന്ന്. ആന്തരികമായി നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളുമായിട്ട് സഹകരിക്കണം എന്ന് പറയുന്ന ഡിസിപ്ലിനാണ് നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത്. ഞാൻ നിന്നെ പോലെ അല്ല. അപ്പോഴും നമ്മളൊരു രാജ്യത്തെ പൗരരാണ്, നമ്മൾ മനുഷ്യരാണ്. ഈ രണ്ട് ഘടകമേ നമുക്ക് ഇനിയുള്ളു. പൗരരെന്ന് പറയുന്നത് ഒരു രാജ്യ അതിർത്തിക്കകത്ത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഉണ്ടാകുന്നതാണ് പൗരബോധം. മനുഷ്യാവകാശമെന്ന് നമ്മൾ പറയാൻ ബാധ്യത വന്നപ്പോഴാണ് ഈ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഭരണകൂടം ജനങ്ങൾ തെരഞ്ഞെടുത്തവര് ജനങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടാണ് UN അവസാനം പൗരാവകാശം എന്ന് പറയുന്ന പോരാ, മനുഷ്യാവകാശം എന്ന് പറയാൻ ബാധ്യത വന്നത്. അതുകൊണ്ട് നമുക്ക് സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്ന സാധനം പോലും ഇതുവരെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തടത്താണ് നമ്മൾ മനുഷ്യാവകാശത്തിനെ പറ്റി പറയുന്നത്. ഇന്ന് ഇവിടെ മനുഷ്യാവകാശം എന്ന് പറഞ്ഞ സാധനം പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുക ചെയ്യുന്നത്. ഒരു നാട്ടിനകത്തെ സാധനത്തിന് വില ഉറപ്പിക്കാനായിട്ട് അവിടുത്തെ തൊഴിലാളികൾ മനുഷ്യാവകാശപരമായി പെരുമാറുന്നില്ലെന്ന് പറഞ്ഞ് വില ഉറപ്പിക്കാനായിട്ടാണ് ഇന്ന് അമേരിക്കക്കാരന് ഉപയോഗിക്കുന്നതൊക്കെ. മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ അത്രേ അർത്ഥം എന്നുള്ളൂ. ഇതൊന്നുമല്ല നമ്മൾ പറയണ്ടേ. ഇത് വീട്ടിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഒരു അധികാര, വീട്ടിലാണെങ്കിലും സ്കൂളിലാണെന്ന് ഇക്വേറ്റ് ചെയ്യരുത്. വീട് പണ്ടേ ഉള്ള ഒരു സാധനമാണ്. അത് നമുക്ക് മുഴുവൻ പേരെയും കൂടെ പഠിപ്പിക്കാനൊക്കത്തില്ല. എല്ലാ വീട്ടിലും ഒരാളെ വിടണമെങ്കിൽ ആരെ വിടും? അതുകൊണ്ടാണ് ക്യാപ്റ്റീവ് ഓഡിയൻസ് എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന് വരുന്ന കുട്ടികളിലൂടെ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. നമ്മുടെ സ്കൂളിലാണെങ്കിലും എന്നേ പറയാം, വീട്ടിലാണെങ്കിലും എന്ന് പറഞ്ഞു തുടങ്ങരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലത് സാധ്യമല്ലാതിരിക്കുന്നതുകൊണ്ടാണ്. കാർഷിക സമൂഹത്തിനകത്തൂടെ ഉണ്ടായതാണ് ഈ വീടുകളെല്ലാം. ആ വീടുകളെല്ലാം കൂടെ നവീകരിക്കാൻ ഒറ്റയടിക്ക് നമ്മൾ വിചാരിച്ചാൽ പറ്റത്തില്ല. അത് ഒരു ഫിസിക്കലി പോസിബിൾ അല്ല. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല, വീട്ടിൽ നിന്ന് വന്നവരാണ്. അവരെ നമ്മൾ
പൗരബോധമുള്ളവരാക്കി മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റും. ആ കുട്ടികളിലൂടെ ആ വീട് മാറട്ടെ. സ്കൂളിലാവുമ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ അതിന് പ്രധാന വെല്ലുവിളിയായിട്ട് വരുന്ന അധ്യാപകരായിരിക്കും. കാരണം ഇത് ഈ സംഭവം ട്രെയിനിങ് കൊടുത്താൽ മതി. ഇതേ അമ്മയും അച്ഛന്മാരെ അല്ലെങ്കിൽ ലോകത്തുള്ളു, അല്ലാതെ വേറെ അമ്മയും അച്ഛന്മാരും. നമ്മൾ രണ്ടുപേരും ജനിക്കണമെന്ന് പറഞ്ഞാൽ ഏത് വീട്ടിൽ പോയി ജനിക്കും? അപ്പൊ ജനിക്കാനൊരു വീടില്ലെന്ന് നമ്മളെ കണ്ടെത്തത്തില്ലേ? ഏതെങ്കിലും ജാതിയോ മതത്തിനോട് കീഴ്പ്പെട്ട് നിൽക്കുന്ന ജനതയല്ലേ ലോകത്തുള്ളു. അതുകൊണ്ട് അവിടുന്ന് ആരംഭിക്കുന്നുള്ളു. പക്ഷെ അവരുടെ സിലബസിനകത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ എന്താണ്, കോടതിയിലിരിക്കുന്ന ജഡ്ജി മനുസ്മൃതി വായിച്ചിരിക്കുന്നവൻ തന്നെയാണ്. പക്ഷെ നിയമപരമായിട്ട് അയാൾ പെരുമാറണമെന്നുണ്ടെങ്കിൽ ഭരണഘടന ഉപയോഗിക്കണം എന്ന് പറയുന്ന തരത്തിൽ നിയന്ത്രിക്കപ്പെടും. അങ്ങനെയാണ് മാറുന്നത്. പക്ഷെ പൗരബോധമുള്ള കുട്ടികളെ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രക്രിയ ക്ലാസ് റൂമിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ, അതിന്റെ കാരിയേഴ്സായിട്ട് അവർ മാറിക്കഴിഞ്ഞാൽ, അവരാണ് അധ്യാപകരെ മാറ്റുന്നതും ഈ വീടും മാറ്റുന്നത്. വീട് മാറ്റുമ്പം വീട്ടിലിരിക്കുന്ന അമ്മയച്ഛൻ തന്നെയാണ് ഈ അധ്യാപകരായിട്ട് വരുന്നത്, വേറെ ആരുമല്ല. ആരുടെയെങ്കിലും അമ്മയച്ഛനല്ലയോ അധ്യാപകരല്ല. അധ്യാപകരെന്ന് പറഞ്ഞാൽ വേറെ വല്ലയിടത്തുനിന്ന് വരുന്നതാണ്. അത് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ആരോ ഉള്ളത് പോലെ ആൾക്കാർ സംസാരിക്കുക. ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ? അല്ല വേറെ വരുന്ന രാഷ്ട്രീയക്കാർ വേറെ വല്ലയിടത്തുനിന്ന് വരുമോ? ചൊവ്വയെന്ന് വരുന്നവരാണ് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ. ആരുമില്ല ലോകത്ത്. രാജാവിൽ കേന്ദ്രീകൃതമായിരുന്ന രാഷ്ട്രീയ അധികാരം ഒരു വോട്ടായി എല്ലാവരും കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും രാഷ്ട്രീയക്കാരാണ്. നമ്മുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്തവർ മാത്രമാണ് അവര്. നമ്മുടെ അമ്മയും അച്ഛനുമാരാണ് മാത്രമാണ് ഈ രാഷ്ട്രീയക്കാർ. അല്ല, രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയക്കാർ വേറെ എങ്ങാണ്ടെന്ന് വന്ന പോലെയാണ് പറയുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ, നമ്മൾ തെരഞ്ഞെടുത്തല്ലേ. യഥാ രാജ തഥാ പ്രജ എന്ന് പണ്ട് പറഞ്ഞെടുത്തത് യഥാ പ്രജ തഥാ രാജ എന്ന് പറയുന്നിടത്താണ് ഇപ്പം നിൽക്കുന്നത്. നമ്മുടെ നല്ല റെപ്രസെന്റേഷനാണ് നിൽക്കുന്നത്. അത് നമ്മുടെ വീടുകളിലെ റെപ്രസെന്റേഷൻ. അത് ക്ലാസ് റൂമിലാണ് അത് തിരുത്തപ്പെടേണ്ടത്. അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. 75 വർഷമായിട്ട് നമുക്ക് ജനാധിപത്യം പഠിപ്പിക്കുന്ന, അതിനാൽ ഭരണഘടന വായിക്കുന്ന ഒരു ക്ലാസ് റൂം ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. ഈ ഭരണഘടന എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിന്റെ പിന്നിലുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഫ്രണ്ടിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സും മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. അത് വായിച്ചിട്ടില്ലെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതെ, അത് പുസ്തകം പൊതിയുമ്പോൾ അത് സർവമത പ്രാർത്ഥനയാണ് ഇപ്പോഴും നമ്മൾ പരമാവധി ചെയ്യുന്നത്. അതോടെ നമ്മുടെ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. ഇവിടെ ദൈവം ഉണ്ടാക്കിയതാണ് ഈ ലോകം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചാൽ എങ്ങനെ പരിണാമം പഠിപ്പിക്കും? എങ്ങനെ ശാസ്ത്രം പഠിപ്പിക്കും? ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് വടക്കേന്ത്യയിലെ പഠിപ്പിച്ചോണ്ടിരുന്ന കൂടെ എടുത്ത് കളഞ്ഞ്. എന്താണ് അഞ്ച് എന്താണ് ഭൂതങ്ങളെ ഉള്ളെന്ന് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ ഭഗവത്ഗീത. അതിന് വിരുദ്ധമായിട്ടാണ് ഈ 118 എലിമെന്റ് ഉണ്ടെന്ന് പറയുന്നത്. അതാ പ്രശ്നം. അതുകൊണ്ട് അത് പീരിയോഡിക് ടേബിൾ വേണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഈ ഇപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പോഴും ഇവിടെ എന്തോ നടന്നുകൊണ്ടിരിക്കുന്നു. BJP ഭരണം കൊണ്ട് ഇവിടെ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു പറയുന്ന വല്ല രാജ്യത്തുള്ളവന്റെ ശാസ്ത്രമാണ് ഈ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നോബൽ പ്രൈസ് എന്താണ് കിട്ടാത്തത്? ഇന്ത്യക്കാരന് നോബൽ പ്രൈസ് കിട്ടിയത് ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്കാരായിട്ടുള്ളവർ ആർക്കെങ്കിലും നോബൽ പ്രൈസ് കിട്ടുന്നത് ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് പഠിക്കുന്നവർ മാത്രമേ ഇതിനെ കിട്ടിയിട്ടുള്ളൂ. കൊറോണയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ചന്ദ്രശേഖർക്ക് കിട്ടിയിട്ടുണ്ട്, വെങ്കടേഷ് രാമകൃഷ്ണൻ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കിട്ടുന്നവരെല്ലാം അവരാരും ഇന്ത്യക്കാർ പോലുമല്ല. ഇന്ത്യൻ ഒറിജിൻ എന്ന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? ഈ പഴഞ്ചൻ ആശയങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളും വീടുകളുമാണുള്ളത്, ക്ലാസ് റൂമാണുള്ളത്. ശാസ്ത്രം പഠിക്കുന്നേ ഇല്ല. ശാസ്ത്രം കാണാതെ പഠിച്ച് മറക്കുന്നവരാ നമ്മൾ. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിച്ച് മറക്കുന്നവരാ. അത് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ എല്ലാവരും പോകുന്നത്. മോദി സഹിതം കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന പാർട്ടികളാണ്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സർട്ടിഫിക്കറ്റ് എന്തിനാണ് ഈ പരീക്ഷ? എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റ്? ഇത് രണ്ടും ആവശ്യമില്ലാത്തതാണ്. ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് സർട്ടിഫിക്കറ്റുകളൊക്കെ. കുരങ്ങന്റെ കുഞ്ഞിനെ മരത്തെ കയറാൻ പഠിപ്പിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടൊന്നുമല്ലേ. അതിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. അതുപോലെ പഠിക്കേണ്ട സ്ഥലങ്ങളാണ്. നമ്മൾ ഭരണഘടനാപരമായിട്ട് പൗരാവകാശമുള്ള മനുഷ്യരായിട്ട് മാറുക എന്ന് പറയുന്നത്, പൗരബോധം ഉണ്ടാകുക എന്ന് പറയുന്നതിന് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. സ്കില്ലുകൾ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതാണ് സ്കില്ലുകൾ. അത് പഠിപ്പിക്കുന്ന സ്ഥലമല്ല സ്കൂള്. അതും കൂടെ ഉള്ളതാണ് എന്നാ പഠിക്കേണ്ടത്. ഇതിപ്പോ അത് മാത്രം പഠിപ്പിക്കുന്ന സ്ഥലമാണ്. എവിടെങ്കിലും പോയി ജീവിച്ചോ എന്നാ പറയുന്നത്. എവിടെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോ എന്ന് പറയുന്നത്. ജീവിക്കാനായിട്ട് ജോലി വേണമെന്നാ പഠിക്കുന്നത്. ജോലി എന്ന് പറയുന്നത് അടിമത്തത്തിന്റെ തുടർച്ചയാ. അടിമകൾക്ക് കൂലി കൊടുക്കുന്നു എന്നുള്ളതാണ് ആകെയുള്ള മാറ്റം അതിനകത്ത്. അതല്ല, ജീവിക്കാൻ നമ്മൾ 22 വർഷം പഠിച്ചാൽ ആരെങ്കിലും ജോലി തന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്ന് അറിഞ്ഞൂടാത്തവരാണ് ഇപ്പോൾ. പഠിക്കുന്ന വഴി നിസ്സഹായരായി പോവുക ചെയ്യുന്നത്.
അപ്പോഴാണ് നമ്മൾ പറയും പ്രൊഫഷണലായ, അതുകൊണ്ടാണ് അവിടെ കിടന്ന് തെള്ളുന്നത്. അത് പഠിച്ചാൽ എന്തെങ്കിലും ചെയ്ത് അവരാണ് ഡോക്ടർ ആണെങ്കിൽ റോഡിന്റെ സൈഡിലെങ്കിലും ഇരുന്ന് മരുന്ന് കുറിച്ച് കൊടുക്കാമെന്ന് പറയുന്ന യുക്തി വരുന്നത്. അതെ അതെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ പറ്റത്തില്ല. അങ്ങനെ അല്ല അതൊക്കെ. മൈത്രേയന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും നമുക്ക് ഒട്ടനവധി വിശേഷങ്ങൾ മൈത്രേയനിലൂടെ അറിയാനും കേൾക്കാനുമുണ്ട്. വീണ്ടും ഒരു എപ്പിസോഡിൽ മൈത്രേയന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. താങ്ക്